ബർത്ത്ഡേ പോയി വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പോയെ. താങ്ക് യു. പെർഫ്യൂം ഒന്ന് അടിച്ചേക്ക്. ഇഷ്ടമായി മണ്ണോണാന്ന് നോക്കി. എന്നടി മതി മതി. അമ്മുന്റെ മമ്മി. താങ്ക് യു. അപ്പൊ മീ എനിക്ക് എത്ര വയസ്സായി അമ്മി? 28. 38. അയ്യോ എന്തിനാടാ 28? 28 വയസ്സായിട്ട് കല്യാണം കഴിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാസം ഡയലോഗ് അടിച്ചിട്ട് അത് 27 വയസ്സായിപ്പോ കല്യാണം ആലോചിച്ച് വന്നു. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ കേട്ടാല അല്ല കെട്ടണ്ട കട്ടായി. കെട്ടണ്ട കട്ടായി. അപ്പൊ മക്കളെ, മമ്മി ഇന്ന് വന്നിരിക്കുന്നത് മാർച്ച് 25 രാവിലെ. അതിരാവിലെയാണ് നോയൽ, എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് ചെറിയ ഗിഫ്റ്റ് ഒരു 2 കൊടുക്കണം. അമ്മൂസ് ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. മമ്മിയും റോയലും കൂടി ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. ആളെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ബാ നമുക്ക് പോയി ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് മമ്മി പള്ളിയിൽ പോയിണ്. അവൻ്റെ പേരിലൊരു കുർബാന. ബാ. ഇത് മമ്മിയുടെ, നമ്മുടെ ഇത് നമ്മുടെ. ബർത്ത്ഡേ പോയി വന്നിട്ടുണ്ട്. അപ്പ എൻ്റെ നോയൽ അനിയൻ്റെ കൂടി ഹാപ്പി ബർത്ത്ഡേ. അയ്യ നീ എതിർക്കല്ലേ? അയ്യോ ഇത്ര ധൃതിയാ ഗിഫ്റ്റിന് ഇത്ര ആക്രാന്തോ. മിണ്ടാണ്ടിക്ക്, ഒന്ന് മിണ്ടാണ്ടിക്കറുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ പോയെ. താങ്ക് യു. ഞങ്ങളൊരു കടയിൽ നിന്ന് ഒരു ജനനിയായിട്ട് വെറുതെ കാണുന്നത് മാത്രം. ഫോട്ടോസ് ഉണ്ട്. എടുത്തു നോക്കട്ടെ. എന്റെ പൊന്നോ അടിപൊളി. അതവിടെ ഒട്ടിച്ചമ്മു. അതൊന്നുമില്ല. അതങ്ങനെ വെച്ചേക്കണതാണ് ഭംഗിക്ക്. ഹായ്, ഇത് നോക്കിയേ മക്കളെ. എൻ്റെ മോൻ ചെറുപ്പത്തിലെ 1 വയസ്സ് തുടങ്ങിയുള്ളതുണ്ട്. 1 വയസ്സല്ല, അതന്നെ 1.5 വയസ്സ് തുടങ്ങിയതേ. ഇത് ഓ പെർഫ്യൂമാ എൻ്റെ പൊന്നെ. മിഠായി, പെർഫ്യൂമുകള്. ആ പെർഫ്യൂം ഒന്ന് അടിച്ചേക്ക്. ഇഷ്ടമായി മണ്ണോണാന്ന് നോക്കി. എന്നടി മതി മതി. പെർഫ്യൂം പകുതിയായി. ആയി അപ്പൊ അടിപൊളി. ഇനിയുണ്ട് മിഠായി. എന്തെന്നെ എടുത്തു തന്നെ നോയില്ലേ? നിനക്കൊന്ന് എടുത്തൂടെ? അപ്പൊ ഇത് അടിപൊളി സൂപ്പർ. മമ്മിയുടെ അല്ല, ബൂവിന്റെ. മമ്മിക്ക് എവിടെന്ന മക്കളെ? എന്റെ അനിയൻ മേടിച്ചതാണ്. എന്റെ ഇളയ മോൻ മേടിച്ചതാണ്. അതന്നെ സിമ്പിൾ സാധനമാണ്. വലിയ ഇതൊന്നും വേണ്ട. അങ്ങോട്ട് പൊളിച്ചോ നോക്കി. പേടിച്ച് പൊളിക്കണ്ടായിട്ടുള്ളതൊന്നുമില്ല. അതെ 7 മണിയായിട്ടാ, 6:45 7 മണിയായിട്ട് ഉറക്കം തന്നെ. അതങ്ങനെ ഒട്ടിക്കണ്ടായിരുന്നല്ലോ എൻ്റെ മോളെ. തുറക്കണ വിധത്തില് തിരിച്ചു കാണിക്ക്. ഇഷ്ടായാ? ഇഷ്ടാവൂലേ? ലൂസാവൂലേ? ഇത് പാകാകും. അയ്യടോ, ഇതിന്റെ വലുത് മോന് തയ്ക്കേണ്ടി വരും. എന്ത് എടുത്താലും ലേശം ടൈറ്റായി അവൻ ഇടൂല. അവൻ ലൂസായിട്ട് ഇതാ. കുഴപ്പമില്ല. നോക്കി ഇട്ടോക്കിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ താങ്ക് യു. അപ്പൊ മക്കളെ, ഇനി കേക്ക് ഉണ്ട്. അത് പള്ളിയിൽ പോയി വന്നിട്ട് കട്ട് ചെയ്യുമ്പോ കാണാം. ഓക്കേ. അപ്പൊ മക്കളെ, മമ്മിതേ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഞങ്ങൾക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഇന്നലത്തെ ബോട്ടിക്കറി. ബോട്ടിയല്ലല്ല, പോർക്ക്.
ബോട്ടി അല്ല, പോർക്ക് കായം പൊറുക്കും കായയും പോർക്കും. അപ്പൊ ബർത്ത്ഡേ ബോയ്, അടിപൊളി ടേസ്റ്റ്. ബർത്ത്ഡേ ബോയ്. മമ്മിക്ക് ഇതേ 2 കഷ്ണം പുട്ട്. മമ്മി ഇന്നലെ രാത്രി ചോറുണ്ടില്ല, അപ്പൊ ഇന്ന് കാലത്ത് 2 കഷ്ണം പുട്ട്. അപ്പൊ പള്ളിയിൽ പോയി വന്നു, പുട്ട് കഴിക്കണ്. അപ്പൊ ഇനിത്തെ ഇവര് പോണേക്ക് മുന്നുള്ള വരെയുള്ള പരിപാടികള് ഞായറാഴ്ച മമ്മിക്ക് ഭക്തി കൂടിയൊക്കെയാണ്. കാരണം ഇതല്ലേ ഈസ്റ്റർ വരല്ലേ, ഈ ആഴ്ച ഭക്തി കൂടി. ഈ ആഴ്ച അമ്മുന് പുട്ടും കടലേ. കാരണം അമ്മൂന് നോമ്പാണ്, ഞങ്ങക്ക് നോമ്പ്. അമ്മുന് നോയമ്പ് വിടാനാകണ്. ഒരാഴ്ചയും കൂടി അമ്മ ഇങ്ങനെ കടിച്ച് ക്ഷണിച്ച് നിക്കണം. വിടിയിട്ടും കാര്യമൊന്നുമില്ല, പല്ലു വായ മുഴുവൻ പൊട്ടിയിരിക്കണ കാരണം കുറവുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കേക്ക് കട്ട് എഴുതാണിക്കാം നമുക്ക്. അപ്പോഴത്തേനും റോയലും വരട്ടെ. ഓക്കെ, ജിമ്മി പോയേക്കാണ്. ജിമ്മില് റോയല് അവനോട് വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഓ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് അയ്യോ ടേസ്റ്റ്. പുട്ടുഞ്ഞി ഉണ്ടാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്റെ മാറ്റി വെക്കണോ? പുട്ടുണ്ടാ? വിഷമണി വേണോ ഗൈസ്? അല്ല ഗൈസ് എന്നല്ല മമ്മി. അയ്യോ, അവരോട് പുട്ട് പറഞ്ഞിട്ട് അവരെങ്ങനെ കൊണ്ട് നേരിടാ നിനക്ക്? ബർത്ത്ഡേ ബോയാണ് കാര്യം ശരി സംഭവിച്ചു എന്ന് കരുതി അവരോട് പറഞ്ഞിട്ട് അവർ കൊണ്ട് നേരില്ല. മമ്മി അല്ലേ ഞാൻ വിചാരിക്കണം. അപ്പൊ ഓക്കെ, അപ്പൊ മക്കളത് നോയലിന് ഹാപ്പി ബർത്ത്ഡേ. അമ്മുന്റെ മമ്മി താങ്ക് യു. അപ്പൊ മമ്മിയുടെ മമ്മിയുടെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനാ ഇതാണ്. എന്താ എടി മോളെ ചായ എടുക്കട്ടെ എടി റീനെ. അപ്പൊ മമ്മി വന്നപ്പോ അതെ റോളക്സ് ആണ് ചാടിക്ക. റോളക്സിന്റെ 28-ാം തീയതി, റോളക്സിന്റെ 28-ാം തീയതിയാണ്. എടി അച്ഛ പോയാ ജോലിക്ക് പോയാ? അപ്പൊ ഗൈസ് നമ്മള് ബർത്ത്ഡേ കേക്ക് മുറിക്കണേക്കും ഇതേ മമ്മി, അമ്മുന്റെ മമ്മി മമ്മി എന്ന ഗിഫ്റ്റ് ആണ്. റീന മമ്മി കൊടുത്ത ഗിഫ്റ്റാണ്. അത് പൊട്ടിക്ക്, എന്നിട്ട് കേക്ക് മുറിക്കാം. നോക്കാല മിഠായികളാണ് നോയല്ലേതായാലും. ഷുഗർ പവർ അടിയിൽ കൊടുക്കുന്നു. രണ്ടും കൊമ്പില്ലാത്ത പൊട്ടിട്ടങ്ങനെ പൊട്ടിക്കങ്ങനെ. എന്റെ ഡ്രിയോ ഡ്രിങ്ക് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അത് മമ്മി ഇത്ര പാട് വെച്ചു കേക്കണ്ട. ഓക്കെ, ഇപ്പൊ മിഠായികള്, വേഫർ, പെർക്ക്, മെൻഡോസ്, ടിക് ടാക്. ഇതിപ്പോ തന്നെ അപ്പൊ അങ്ങനെ താങ്ക് യു മമ്മി പറയും. അപ്പൊ മമ്മി താങ്ക് യു. ഇനി നമുക്ക് കേക്ക് കട്ടിങ്. അപ്പൊ മക്കളെ കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ പിന്നെ മമ്മി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. എന്നിട്ട് അതെ, ഈ കേക്ക് നമ്മ എപ്പോഴും ബുക്ക് ചെയ്യണ ലെനയുടെ അടുത്താണ്. പക്ഷെ ഈ ലെനയുടെ അടുത്ത് മമ്മിയുടെ ബ്ലോഗ് കണ്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതിപ്പോൾ നാളെ ബർത്ത്ഡേ എനിക്ക് ഇന്ന് രാത്രിയാണ് വിളിക്കണേ. 2 ദിവസത്തിന് മുന്നേ വിളിച്ച് ബുക്ക് ചെയ്ത് അവള് റെഡിയാക്കി തരും. തലേദിവസം അതന്നെ, തലേദിവസം വിളിച്ച അടിപൊളി കേക്കാ. എല്ലാരും ഇതുപോലെ തന്നെയല്ല, വെറൈറ്റി വെറൈറ്റി ഇഷ്ടം പോലെ. നിങ്ങള് ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് റെഡിയാക്കി തരും. അപ്പൊ 2 ദിവസം മുന്നേ വിളിച്ച് ബുക്ക് ചെയ്യാട്ടാ. ഓക്കെ, ഇനി കേക്ക് കെട്ടി. അപ്പൊ മമ്മി എനിക്ക് എത്ര വയസ്സായി മമ്മി? 28. 38. അയ്യോ എന്തിനാടാ 28? മമ്മി അപ്പൊ 28 വയസ്സായിട്ട് കല്യാണം കഴിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാസം ഡയലോഗ് അടിച്ചിട്ട് അത് 27 വയസ്സായിപ്പോ കല്യാണം ആലോചിച്ച് വന്നു, അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ കേട്ടല്ല അല്ല കെട്ടണ്ട കട്ടേ, നീ കെട്ടണ്ട കട്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നോയൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതാ പൂക്കളയല്ലേ മോനെ, ഇത്രയും പണിപ്പെട്ട് പാവല്ല. എന്താ സൂപ്പർ. അയ്യോ അങ്ങനെ ഞാനല്ലേ നിനക്ക് തരണ്ടേ, അല്ലാണ്ട് നീ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബോയ്. ഞാൻ അനിയൻ എടുക്കട്ടെ. അനിയനെ ഒന്ന് കൊടുക്ക്. ആ ഇതൊന്ന് മേടിച്ചമ്മു, അവനൊന്ന് കണ്ട. അയ്യോ അതിന് വേണ്ട, അവന് വെച്ചു കൊടുക്കാൻ പാടില്ല. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കണേ, ഡാഡിക്ക് കൊടുക്കണേ. കേട്ടാന്ന് വിചാരിച്ചാണ്.
എന്നാ പ്ലേറ്റ് വേണ്ട മോനെ, അതേത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ആ ബർത്ത്ഡേ ചടങ്ങുകൾ കഴിഞ്ഞു, ഇനി പരിപാടി ഒന്നുമില്ല അല്ലേ മീ? ചടങ്ങുകൾ കഴിഞ്ഞു. എന്നാ കൊടുക്ക്. അമ്മൂസേ, അല്ല ആ കയ്യിൽ കൊടുത്താൽ മതി, അത് മതിയുടെ അത്തിരി കഴിക്കുള്ളൂല. അമ്മൂസേ റോയല് ഒന്ന് കഴിക്കുന്നത് കണ്ട വെച്ച് കൊടുക്കുന്നത്. അല്ല വെച്ച് കൊടുക്കുന്നതായിട്ടൊന്ന് കാണിക്കട്ടടാ, വീഡിയോയിലൊന്ന് കാണിട്ടടാ. എന്ന് ചെയ്യ് അമ്മൂസ് ഒന്ന് പിടിക്കാമോ? ഞാനോ വെച്ചണ്ടേ? ഒരു തുള്ളി ഞാൻ വെച്ചരാ. അതങ്ങനെ വയലിക്ക് വെക്കലുണ്ട്. അതങ്ങനെ തന്നെ വെക്കാനുള്ള ഐഡിയ ആയിരുന്നു. അപ്പൊ മക്കളെ, നോയൽ മോന്റെ ഹാപ്പി ബർത്ത്ഡേ. നോയൽ മോന്റെ ഹാപ്പി ബർത്ത്ഡേ. അനിയ ഓടിയാ അച്ചടാ, ത്തില്ലടാ. എന്നിട്ട് എടുക്കടാ, ഒരു ഇച്ചിരി എടുക്കടാ. അവന്റെ പൊന്നിന് ചണ്ണില്ലടി. ഹാപ്പി ബർത്ത്ഡേ. കൈ അവിടെ പിടിക്ക് നീ ഇങ്ങനെ പിടിക്കടാ. അപ്പൊ മക്കളെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, നോയലിന്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷം. അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ.